സമയം ശരിയായി എങ്ങനെ ഉപയോഗിക്കാം? വീട്ടമ്മമാരായ നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, ടൈം എവിടെ പോകുന്നു എന്നറിയില്ല എന്ന്. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ, സമയം പോകുന്നതല്ല, നമ്മൾ തന്നെയാണത് വിട്ടുകൊടുക്കുന്നത്. നമ്മുടെ ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി വരെ ഫുൾ ഡ്യൂട്ടിയാണ്. കുക്കിംഗ്, ക്ലീനിങ്, കുട്ടികൾ, ഫാമിലി എല്ലാം തീരുമ്പോൾ നമ്മൾക്കായി സമയമൊന്നും ബാക്കി കാണില്ല. അതല്ലേ നമ്മുടെ അവസ്ഥ? പക്ഷെ ഒരു ചെറിയ മാറ്റം മതി. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് 30 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കൂ. അതെന്തെങ്കിലും പഠിക്കാനാകാം, ഒന്ന് പ്രാർത്ഥിക്കാനാകാം, എക്സസൈസ് ചെയ്യാനാകാം, അല്ലെങ്കിൽ ആ സൈലൻസിൽ ഒന്ന് വെറുതെ ഇരിക്കാനാകാം. ഒരൊറ്റ ചെറിയ തീരുമാനം, ഒരു ചെറിയ ആക്ഷൻ നമ്മുടെ ജീവിതം മാറ്റാൻ ഇത് മതി. നമ്മുടെ സമയം കൊല്ലുന്ന ആദ്യത്തെ വില്ലനാണ് മൊബൈൽ ഫോൺ. സോഷ്യൽ മീഡിയയിൽ 5 മിനിറ്റ് നോക്കാൻ പോയതാ, പിന്നെ 1 മണിക്കൂർ പോയാലും നമ്മളറിയില്ല. നമുക്കെങ്ങനെ ഈ മൊബൈൽ ടൈം കൺട്രോൾ ചെയ്യാം? ഏറ്റവും നല്ല മാർഗം നമ്മൾ തന്നെ വിചാരിക്കണം. ഞാനൊരു 15 മിനിറ്റ് മാത്രമേ നോക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീക്കണം, വേറെ പണികളിൽ ഏർപ്പെടണം. ഒന്നുകൂടി ചിന്തിച്ചാൽ പിന്നെ നിങ്ങളെ സ്ക്രോളിംഗ് നിർത്തത്തേയില്ല, കണ്ടിന്യൂ ചെയ്യും. എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത്. ഇന്ന് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുക. അതിലൊന്ന് നിങ്ങൾക്കായുള്ളൊരു കാര്യമായിരിക്കണം. നാളെ എന്ന് പറയുന്ന ശീലം നമ്മൾ വിടണം. നാളെ എന്നും നമ്മൾ ബിസി ആയിരിക്കുമല്ലോ. ചെറിയ കാര്യമായാലും ഇന്ന് തന്നെ തുടങ്ങുക. പെർഫെക്റ്റ് ഹൗസ് വൈഫ് ആകാൻ വേണ്ടി നമ്മൾ വെറുതെ പ്രഷർ എടുക്കരുത്. വീട് ക്ലീൻ ആക്കുന്നത് പോലെ നമ്മുടെ മൈൻഡും ക്ലീൻ ആക്കണം. ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യമെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സക്സസ്. ഇനി നമ്മൾ ടൈം പോയി, ടൈം കഴിഞ്ഞു, ടൈം ഇല്ല എൻ്റെ കയ്യിൽ, ഇങ്ങനൊന്നും പറയണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യുക. അതുപോലെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ നമ്മൾ രാവിലെ, അതായത് എപ്പോഴും അടുക്കള കിടക്കാൻ ചിന്തിക്കുകയേ ചെയ്യരുത്. രാവിലെ തന്നെ അടുക്കളയിലെ പണിയെല്ലാം അങ്ങ് തീർക്കുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒന്നിച്ചങ്ങ് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് കുറേ ടൈം കിട്ടുമോ? നമ്മുടെ സമയം മൊത്തം പോകുന്ന അടുക്കളയിലാണ്. നിങ്ങൾ അതൊന്നും